ഗൗതം ഇത്ര സസ്പെൻസ്? ആരെ കാണാനാ വന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചില കാര്യങ്ങൾ കണ്ടറിയുമ്പോൾ കിട്ടുന്നൊരു ഞെട്ടലും ആ ഞെട്ടലിന്റെ ഒരു സുഖവും പറഞ്ഞറിഞ്ഞാലൊന്നും കിട്ടില്ല. ഓ പിന്നെ ആ ദേ ആ കക്ഷി വിളിക്കുന്നുണ്ട്. ആ അതെ, അവിടെ തന്നെ. ഞാൻ അവിടെ നിൽപ്പുണ്ട്. ശരി. ആ ഇനി ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. വന്നോളൂ. ആ ഓക്കെ. ആള് തൊട്ടടുത്തെത്തി. തൽക്കാലം നിങ്ങൾ പരസ്പരം കാണണ്ട. നീ അങ്ങോട്ടൊന്ന് മാറി നിന്നോ. എന്തിനാ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത്? നീ ഒന്ന് മാറി നിൽക്കേ പ്ലീസ്. ഈ ഗൗതമിന്റെ കാര്യം കൊണ്ട് തോറ്റു. ദേ ആള് വന്നു കഴിയുമ്പോ ഞാൻ ഇങ്ങ് വരും കേട്ടല്ലോ. ആ ഗുഡ് മോർണിംഗ് ഗൗതമേട്ടാ. ഗുഡ് മോർണിംഗ്. എന്താ ഏട്ടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതിന് മുന്നേ ആദ്യം ഞാനൊരു കൈ തരാം. ആ കൈ നീട്ടി. ഞാൻ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി 1ാം ഘട്ടം പൂർത്തിയാക്കിയതിന് എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു ഏട്ടാ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഐശ്വര്യോട് ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമയോ? എന്തിന്? പാർക്കിൽ വെച്ച് ശിവാനിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തല്ല് കിട്ടിയില്ലേ, അതിന്. ഐശ്വര്യക്ക് തല്ല് കിട്ടിയത് ഞാൻ കാരണമല്ലേ? തല്ലുകൊണ്ടതിന്റെ ക്ഷീണമേ. ഒരു ക്ഷമ ചോദിക്കലൊന്നും ഒതുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഗംഭീരമായിട്ടൊരു ട്രീറ്റ് നടത്തേണ്ടി വരും. അതിനെന്താ, ഞാൻ റെഡി. എപ്പം നടത്തിയെന്ന് ചോദിച്ചാൽ മതി. ശിവാനിയുടെ അപ്പോഴത്തെ ആ ഭാവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ, തല്ലൂന്നല്ല ഏട്ടാ ഞാൻ വിചാരിച്ചേ. അവിടെ വെച്ച് എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയുമെന്ന് വിചാരിച്ചു. സത്യം. ആ ഏതായാലും കാര്യങ്ങൾ അവിടം വരെ എത്തിയല്ലോ. ഇനി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നേ ഉള്ളൂ. നമ്മുടെ ഈ പ്ലാനിംഗ് ഒന്നും നിധി ചേച്ചി ഇതുവരെ അറിയിച്ചില്ലല്ലോ. ഈ നിമിഷം വരെയും നിധിയോട് ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ചേച്ചിയോട് ഒന്നും പറയണ്ടെന്ന് ഏട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും ദിവസം ചേച്ചിയുടെ മുമ്പിൽ അഭിനയിച്ചത്. അപ്പൊ ഇനി എന്താ പ്ലാൻ? അത് പറയാനല്ലേ എന്നെ വിളിപ്പിച്ചേ? ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനുശേഷം ഒരു നീക്കം നടത്തിയാൽ മതി. തൽക്കാലം ഇപ്പൊ പോകുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ആ ഇത് പറയാനായിരുന്നെങ്കിൽ ഫോണിലൂടെ പറഞ്ഞാ പോരായിരുന്നോ? എനിക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഓക്കെ, എനിക്ക് പിന്നെ ഐശ്വര്യ സമയങ്ങളുണ്ട്, പൊയ്ക്കോളൂ. ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. ശരി ഏട്ടാ, ഞാനെന്നാ പൊയ്ക്കോട്ടെ. ലേറ്റായ ആ പ്രിൻസിപ്പൾ ചാടിക്കടിക്കാൻ വരും. പൊയ്ക്കോട്ടെ. എന്നാ വിട്ടോ. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? നീ ശരിക്കും ഞെട്ടിയില്ലേ?